നമസ്കാരം. ഈവനിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. അടുത്ത വർഷം ഏപ്രിൽ മുതൽ ബ്രിട്ടനിൽ BBC ലൈസൻസ് വർദ്ധിക്കും. 2027 വരെ ഓരോ വർഷവും പണപ്പെരുപ്പ തോതനുസരിച്ച് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 വർഷക്കാലത്ത് UK-യിലെ 44 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് അവരുടെ ഭവന വായ്പ തിരിച്ചടവിൽ ഗണ്യമായ വർധനമുണ്ടാകുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മുന്നറിയിപ്പ് നൽകി. ഏകദേശം 4,20,000 വീടുകൾക്ക് അവരുടെ പ്രതിമാസ തിരിച്ചടവിൽ £500 വർധനവുണ്ടാകുന്ന മോർട്ട്ഗേജ് ഉൾപ്പെടെയാണ് ഇത്. പരസഹായത്തോടെയുള്ള ആത്മഹത്യ നിയമവിധേയമാക്കുന്ന നിയമം ജനപ്രതിനിധി സഭയിൽ പാസാക്കി. 5 മണിക്കൂറോളം നീണ്ടുനിന്ന ഏറെ വൈകാരികമായ ചർച്ചകൾക്ക് ശേഷമായിരുന്നു നിയമം പാസായത്. ഭൗമരാഷ്ട്രീയത്തിൽ തനത് വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം ദേശീയതയ്ക്കാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജർമ്മനി കുടിയേറ്റക്കാർക്ക് കർശന നിബന്ധനകൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. രാജ്യത്ത് താമസിക്കാൻ എത്തുന്ന വിദേശികൾ രാജ്യത്തിന്റെ പ്രാദേശിക മൂല്യങ്ങളും സംസ്കാരവും ബഹുമാനിക്കണമെന്നും അതുമായി ഇഴുകിച്ചേരണമെന്നുമാണ് ജർമ്മനി പറയുന്നത്. ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിനെ ഇരട്ടത്താപ്പെന്ന വിമർശനവുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ നിയമകാര്യ ഉപദേഷ്ടാവ് ആസിഫ് നസ്റുൽ രംഗത്തെത്തി. ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇന്ത്യൻ സർക്കാരിന് പ്രശ്നമല്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിൻചാൽ ചുഴലിക്കാറ്റ് ഇന്ന് കര തൊടാനിരിക്കെ ചെന്നൈയിൽ മഴ കനക്കുന്നു. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട 16 വിമാനങ്ങൾ റദ്ദാക്കി. ബംഗ്ലാദേശ് പൗരന്മാരെ ചികിത്സിക്കില്ലെന്ന സർക്കുലർ ഇറക്കി കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രി. അതിർത്തിയിൽ നിന്നടക്കം വരുന്ന ബംഗ്ലാദേശികളായ ആർക്കും ആശുപത്രിയിൽ ചികിത്സ നൽകരുതെന്നാണ് JN റായി ആശുപത്രി അധികൃതർ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. ഉൾപാർട്ടി വിഭാഗീയത തെരുവിലേക്കും പരസ്യ പ്രതിഷേധത്തിലേക്കും നീങ്ങിയ കരുനാഗപ്പള്ളിയിൽ CPM നടപടി. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല കൈമാറി. ലോകത്തെ വൻകിട കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഏഷ്യ യൂറോപ്പ് സ്ഥിരം ചരക്ക് പാതയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെയും ഉൾപ്പെടുത്തി. MSCയുടെ കപ്പലുകൾ ഇനി സ്ഥിരമായി വിഴിഞ്ഞത്ത് വന്നുപോകും. ഈവനിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.